പഹൽഗാം കൂട്ടക്കൊല കേവലം നിരപരാധികളുടെ ജീവനങ്ങൾക്ക് നേരെയുണ്ടായ ഒരു ആക്രമണം മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മാവബോധത്തിന് നേരെയുണ്ടായ ഒരു കടന്നുകയറ്റം കൂടിയായിരുന്നു. ഇതിനു പകരമായി ഇന്ത്യ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ചട്ടങ്ങൾ പൊളിച്ചെഴുതാൻ തീരുമാനിച്ചു. ദേശസുരക്ഷ സംരക്ഷിക്കാനായി ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ എന്നതാണ് മോദിയുടെ തത്വം. അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരതയെ താൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിവിഷനിലൂടെ രാജ്യത്തോട് പറഞ്ഞു. അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ തത്വം ഭീകരതയോടും ബാഹ്യ ഭീഷണികളോടുമുള്ള ഇന്ത്യയുടെ നിശ്ചയദാർഢ്യമുള്ള പ്രതികരണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ ചുവടും അതീവ ശ്രദ്ധയോടും ആസൂത്രണത്തോടും കൃത്യമായ സമയത്തുമായിരുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കൽ മുതൽ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി വരെയുള്ള കൃത്യതയോടെയായിരുന്നു. ആവേശത്തിനപ്പുറം തന്ത്രങ്ങളിലാണ് ഇന്ത്യ ശ്രദ്ധ കാട്ടിയത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഭീകര സംഘടനകൾക്കും ഇന്ത്യയുടെ നടപടിക്കെതിരെ ചെറുവിരൽ പോലും അനക്കാനായില്ല. എല്ലാവരെയും അമ്പരപ്പിച്ചും കൃത്യതയോടെയും സർവസംഹാര ശക്തിയോടെയുമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂർ തീർച്ചയായും ഒരു പുതു ചുവടുവെപ്പ് തന്നെയാണ്. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ പുത്തൻ നയമായി മാറിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ തന്ത്രപരമായ സമീപനത്തിലുണ്ടായ നിർണായക മാറ്റവും ഭീകരതയെ നേടുന്നതിനുള്ള രീതികളിൽ പുത്തൻ നിലവാരം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് കേവലം ഒരു പേരല്ല, മറിച്ച് രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണ്. കാളത്തത്തെ കരുത്തുള്ള സേന ഉപയോഗിച്ച് നേരിടുമെന്ന ലോകത്തിനുള്ള ശക്തമായ സന്ദേശം കൂടിയാണത്. തന്ത്രങ്ങളിലൂടെയും ആണവ ഭീഷണിയിലൂടെയും ഇനിയും ഭീകരതയെ സംരക്ഷിക്കാൻ അനുവദിക്കില്ലെന്ന് അയൽ രാജ്യത്തിന് നൽകുന്ന മുന്നറിയിപ്പും. മോദി തത്വത്തിന്റെ 3 തൂണുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കൃത്യമായ തിരിച്ചടി. മോദി തത്വത്തിന്റെ സുപ്രധാന സ്തംഭം എന്നത് കൃത്യമായ തിരിച്ചടിയാണ്. ഇന്ത്യക്ക് നേരെയുണ്ടാകുന്ന ഏത് ഭീകര ആക്രമണത്തിനും ഇന്ത്യയുടേതായ രീതിയിൽ കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് നൽകിയത്. ഭീകരതയുടെ അടിവേരിളക്കാൻ ഇന്ത്യ ശക്തമായ നടപടി കൈക്കൊള്ളും. ഗൂഢാലോചനകരും അവരുടെ സ്പോൺസർമാരും ഗുരുതര ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകുന്നു. അടുത്തത് ആണവ ഭീഷണിയിൽ ഇന്ത്യ വീടില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയത്. ആണവ ഭീഷണിയിലൂടെ ഭീകരതയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും. ഏറ്റവും അവസാനമായി ഭീകരരും അവരുടെ സംരക്ഷകരും തമ്മിൽ ഭേദമില്ല എന്നതാണ്. ഭീകരരെയും അവരെ സംരക്ഷിക്കുന്നവരെയും ഒരുപോലെ തന്നെ ഇന്ത്യ കുറ്റക്കാരായി പരിഗണിക്കും. ഭീകരർക്ക് നൽകുന്ന അതേ ശിക്ഷ അതേ അളവിൽ തന്നെ അവർക്ക് പണവും സംരക്ഷണവും പിന്തുണയും അഭയവും നൽകുന്നവരും അനുഭവിക്കേണ്ടി വരും. വിഷയം ആഗോള പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി മോദി അവതരിപ്പിച്ചത്. ഭീകരതയെ പിന്തുണയ്ക്കുന്നവർ സ്വയം നാശം വിളിച്ചു വരുത്തുകയാണ്. അധികം വൈകും മുമ്പ് തന്നെ അവരവരുടെ ഭീകര താവളങ്ങൾ ഇല്ലാതാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട്. ദേശസുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സമീപനത്തിൽ ഒരു പുതിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരെയുള്ള നടപടിയിൽ ഒരു പുതു നിലപാട് തന്നെ ഒരുക്കിയിരിക്കുന്നു. സർക്കാർ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ആദ്യമായല്ല ഇന്ത്യ ധൈര്യമായും വ്യക്തമായും പ്രതികരിച്ചിരിക്കുന്നത്. 2016 ബാലാകോട്ടിൽ, ഇപ്പോൾ ഇതാ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൃത്യമായ ഒരു തത്വത്തിന് രൂപം നൽകിയിരിക്കുന്നു. ഇന്ത്യയുടേതായ രീതിയിൽ ഭീകരതയ്ക്കെതിരായുള്ള കൃത്യമായ നടപടി. പ്രകോപനമുണ്ടായാൽ എന്താകും ഇന്ത്യയുടെ നിലപാടെന്ന കൃത്യമായ നിലപാടാണ് ഓരോ ചുവടിലും കാട്ടിക്കൊടുത്തത്. ഇക്കുറി ഇന്ത്യയുടെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. വാണിജ്യവും ഭീകരതയും ഒന്നിച്ചു പോകില്ല. അട്ടാരി വാഗ അതിർത്തി അടച്ചു. ഉഭയകക്ഷി വ്യാപാരങ്ങളെല്ലാം അവസാനിപ്പിച്ചു. വിസകൾ റദ്ദാക്കി. സിന്ധു നദീജല കരാർ റദ്ദാക്കി. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ചോരയും വെള്ളവും ഒന്നിച്ചൊഴുക്കില്ല. ഭീകരതയെ പിന്തുണച്ചാലുണ്ടാകുന്ന സാമ്പത്തിക നയതന്ത്ര വില എന്താണെന്ന് അവർ അറിഞ്ഞിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെ കണക്കുകൂട്ടിയും തത്തധിഷ്ഠിതമായ ഒന്നായാകും ചരിത്രം അത് അടയാളപ്പെടുത്തുക. ഭീകരതയോടുള്ള നമ്മുടെ പ്രതികരണം എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. ഭാരതം ഒന്നിച്ച ഒരേ സ്വരത്തിൽ സൈനികമായി അതിനെ നേരിട്ടു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. വ്യക്തതയുടെയും ധൈര്യത്തിന്റെയും ഭീകരതയെ അവസാനിപ്പിക്കുക എന്ന നമ്മുടെ ലക്ഷ്യത്തിന്റെയും.